ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പഴയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടനുറുക്കെന്ന് പറയും. നിങ്ങൾ ചിലവർ കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു തുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പും നെയ്യൊക്കെ ആ ഗോതമ്പ് പൊടിയിൽ നന്നായി പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മളിനി ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇവിടെ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. നമ്മുടെ ചപ്പാത്തിക്ക് മാവിന് കുഴക്കില്ലേ, അതേ അളവിലുള്ള വെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പോലെ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഈ റെസിപ്പി അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന റെസിപ്പിയാണ് കേട്ടോ. കണ്ടോ, തൊടുമ്പോൾ അങ്ങനെ ഞെങ്ങിപ്പോയില്ലേ, അതുപോലെ നമ്മൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആ ചപ്പാത്തിയുടെ മാവ് അതുമേ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. നിങ്ങൾ വേണമെങ്കിൽ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോഴത്തെ ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ ഒരു ചെറിയ ബോൾ പോലെ എടുത്തിട്ട് അതിനെ നീളനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ആക്കിയിട്ട് ഒന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാക്കിയാൽ നമുക്കത് നീളനെ ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ജസ്റ്റ് മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക. വളരെ തിന്നായി പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഞാനതിൻ്റെ 2 വശവും ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അതൊരു ഷേപ്പില്ലാതിരിക്കുന്ന ഭാഗമാണ്, അത് കാരണമാണ് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഇതാണ്ടോ, ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഇതാണ് ഈ അടനുറുക്കിൻ്റെ ഒരു വലിപ്പം കേട്ടോ. അപ്പോൾ ഇതേ പാകത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ മെല്ലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതേ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതേ അളവിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അത് എടുക്കുമ്പോൾ അതുമേ വെളിച്ചെണ്ണ പറ്റിയിട്ട് നമ്മളാക്കിയ കാരണം അത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടി വെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോന്നും കുറച്ച് അകലത്തിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ട, ഇപ്പോൾ ഇതേ ഞാനെല്ലാം പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പൊടിയൊന്നും ഇടൊന്നും വേണ്ട, ഇതുപോലെ വെച്ചാൽ മതി, ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതെല്ലാം ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ ഈ ഗോതമ്പിൻ്റെ ഈ ഇതുകളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിവിടെ തണുക്കാൻ വയ്ക്കാം നമുക്ക്. ഇനി ഒരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കൊന്നും വേണ്ട. ഇപ്പം തന്നെ നമ്മുടെ നാളികേരവും മുന്തിരിയും കൂടിയിട്ട് നെയ്യിൽ കിടന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്താൽ അത് ശർക്കര മെൽറ്റായി കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളത് വെച്ചിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇതേപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ഗോതമ്പിൻ്റെ ആ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഗോതമ്പിൻ്റെ ആ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഈ മധുരമൊക്കെ പിടിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാം. ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് 2 ഏലക്കായ ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. നിങ്ങളുടെ കയ്യിൽ പൊടിയാണ് ഉള്ളത് വെച്ചിങ്ങനെ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടി കഴിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചതച്ച ഏലക്കായ ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ പൊടിയുടെ മണം ഉണ്ട് കേട്ടോ. ചതച്ചിട്ട് ഏലക്കായ ഇടുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇത് നന്നായിട്ട് ഇതിൽ കിടന്ന് ഇങ്ങനെ കുറുകി വറ്റി വരണം കേട്ടോ. ഇതിന് സമയമൊന്നും പറയാൻ പറ്റില്ല. ഈ തേങ്ങാപ്പാൽ ഇതിൽ കുറുകി വറ്റി വരുന്ന ഒരു സമയം കേട്ടോ. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക.
ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമ്മുടെ അടനുറുക്ക് ഇവിടെ ശരിയായിട്ട് വരും കേട്ടോ. ഇതാ കണ്ടോ, ഇപ്പം നമ്മുടെ അടനുറുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലെ തേങ്ങാപ്പാലൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.